എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഫിഷ് റെസിപ്പിയാണ്. സാധാരണ നമ്മളൊരു കൊടമ്പുളി ഇട്ട് മീൻകറിയൊക്കെ വെക്കാറുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും ചോറും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു ഫിഷ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു അളവ് 3/4 കിലോ മീൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 10ഓളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ എല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ 10 എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയ എല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 14 വരെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള 2 ചെറിയ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. 2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെ. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കറിക്ക് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടാതെ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 10-12 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഫൈനായിട്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫിഷ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കറുത്ത ഈ ഒരു ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലെ ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മീനിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു മീനിൽ ഒരു മസാല തേച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ മീനിലും നന്നായിട്ട് തന്നെ ഒരു മസാല തേച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീനിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ടുള്ള വാളൻപുളിയാണ്. സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന സമയത്ത് കുടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഫിഷ് മസാലയ്ക്ക് നമ്മൾ വാളൻപുളിയാണ് ഇട്ട് എടുക്കുന്നത്. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയാട്ടെ ഏകദേശം എനിക്ക് എത്ര ടേബിൾ സ്പൂൺ പുളിവെള്ളം ആവശ്യമായിട്ട് വന്നെന്ന്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു മീനിൽ ഈ ഒരു മസാല പുരട്ടി വെച്ചിട്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു മീനെല്ലാം കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫിഷ് മസാല റെഡിയാക്കുന്ന സമയത്ത് മീൻ ചെറിയതായിട്ട് വളരെ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ല പോലെ അങ്ങ് മൊരിച്ചെടുക്കരുത് ഈ ഒരു മീൻ. ഇതുപോലെ മീനെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് മൊരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഈ എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി ഈ ഒരു ഫിഷ് മസാല റെഡിയാക്കാനായിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ മൺചട്ടിയിൽ മീൻകറി വെക്കുന്ന പോലെ മൺചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 സവാള, അതായത് ഒരു മീഡിയം വലിപ്പമുള്ളതാണ്, ഒരുപാട് വലിയ സവാളയല്ല, ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. സവാള ഇതുപോലെ ഈ ഒരു കളറിൽ നിന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നിടം വരെ നല്ല പോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. സവാള നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരുപാട് കുറച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു കളറായിട്ട് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടണം. സവാള നമ്മൾ ഇതുപോലെ ഇളക്കി ഈ ഒരു പരിവാക്കിയിട്ട് തന്നെ എടുക്കണേ, എങ്കിലേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സവാളയിൽ ചെറിയൊരു പച്ചച്ചവ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി സവാള ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് ഈ ഒരു മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 2-3 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ആ ഒരു മസാലയുടെ ഒരു പച്ച ചുവ നമുക്കൊന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റോളം ഇളക്കി മസാലയുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഫിഷ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളമാണ്. വാളൻപുളി നമ്മൾ നേരത്തെ ഒന്ന് കുതിരാൻ വെച്ചിരുന്നു. നല്ലപോലെ തന്നെ ഒരു വാളൻപുളി നന്നായിട്ട് കൈവച്ചൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു പുളിവെള്ളം മാത്രമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ വാളൻപുളിയുടെ വെള്ളമാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു വാളൻപുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ടേസ്റ്റ് നോക്കുക. ഇതിലേക്ക് ഇനി പുളിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്കിതുപോലെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഫിഷ് മസാലയ്ക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാവുള്ളൂ. ചിലർക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ പുളി വേണം, പക്ഷെ ചിലർക്ക് അധികം പുളി വേണ്ടാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ രണ്ടാമത് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു പുളിവെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 400-450 ml വെള്ളമുണ്ട് ഇത്. ഇനി ഒരു വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീനെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു മീനെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചെറിയതായിട്ട് ആ ഒരു മീനൊന്ന് ഉടഞ്ഞു പോകാതെ നമ്മൾ ഇതുപോലെ ചെറിയതായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു മീനൊന്നും ഉടയാതെ തന്നെ വേണം നമ്മൾ ചെറിയതായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. നമ്മൾ ഇതുപോലെ ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അത്യാവശ്യം ഇതുപോലെ നല്ല കുറുകിയിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മീനൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ പതിയെ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. ആ ഒരു തേങ്ങാപ്പാലും ചേർത്ത് ചെറുതായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കാതെ ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള ഉലുവാപ്പൊടി നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ ലാസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ ഒരു പിടി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ തവി വെച്ചിട്ട് ഇനി ഇളക്കി കൊടുക്കേണ്ട. ആ ഒരു മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫിഷ് മസാല റെഡിയാക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കുടംപുളിയൊക്കെ ഇട്ടുള്ള മീൻകറി വെക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ മീൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു ഫിഷ് മസാല നമുക്ക് കൂടുതലും കഴിക്കാൻ നല്ലത് ചപ്പാത്തിയും അപ്പവും പൊറോട്ടയും അതുപോലെ തന്നെ പത്തിരി, ഇടിയപ്പം, കപ്പയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. സാധാരണ നമ്മൾ വെക്കുന്ന ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫിഷ് മസാല റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.